ഇന്നലെ രാത്രി 7:30യോടെയാണ് നാദാപുരം തണ്ണീർപ്പന്തലിൽ ഒരു വ്യാപാരിയുടെ ദേഹത്ത് മുളകുപൊടിയെറിഞ്ഞ് പണം കവർന്ന് ഒരാൾ കടന്നുകളഞ്ഞത്. ആ പ്രതി ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട്. തണ്ണീർപ്പന്തൽ സ്വദേശി രാംജിത്തിനെ നാദാപുരം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. രാഹുൽ KV ഉണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, നാദാപുരം തണ്ണീർപ്പന്തൽ എല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ ഇവർ പരിചയമുള്ള ആളുകളാണോ? ഈ മോഷണത്തിന് പിന്നിലുള്ള കാരണം എന്താണ്? കൂടുതൽ വിശദാംശങ്ങൾ. അനശ്വര, ഇന്നലെ വൈകിട്ട് 7:15 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തണ്ണീർപ്പന്തലിൽ ഫ്രൂട്ട് സ്റ്റാൾ നടത്തുന്ന ഇബ്രാഹിമിനെ ആക്രമിച്ചാണ് പണം കവർന്നത്. അതായത് രാംജിത്ത് കടയിലേക്ക് വരുന്നു, കൈവശം മുളകുപൊടി ഉണ്ടായിരുന്നു, മറ്റൊരു ഇരുമ്പ് വടിയും കൂടി ഉണ്ടായിരുന്നു. മുളകുപൊടി ഇബ്രാഹിമിൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞതിന് ശേഷം നിലത്ത് വീണ ഇബ്രാഹിമിനെ ആക്രമിക്കുകയും കടയിലുണ്ടായിരുന്ന 11,000-ഓളം രൂപ കവർന്ന് അവിടെ നിന്ന് കടന്നു കളയുമാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കടയിലേക്ക് വരികയും ഇബ്രാഹിമിനെ പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു. ഇതെന്നായാലും പ്രതിയായ രാംജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മോഷണം മാത്രമായിരുന്നോ അതല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. അതിൽ BNS-ലെ 309(4) അതുപോലെ അതിക്രമിച്ച് കടക്കൽ, ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് രാംജിത്തിനെതിരെ എന്തായാലും പോലീസ് ചുമത്തിയിട്ടുള്ളത്. വ്യാപാരിയെ ആക്രമിച്ച പ്രതിയെ വളരെ പെട്ടെന്ന് പിടികൂടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കടുത്ത പ്രതിഷേധത്തിലായിരുന്നു വ്യാപാരികൾ സംഘടനകൾ ഉണ്ടായിരുന്നതും. ഇന്ന് ഉച്ചവരെ തണ്ണീർപ്പന്തലിൽ ഹർത്താൽ ആചരിക്കുകയും വ്യാപാരികൾ ചെയ്തിരുന്നു എന്നതാണ്. എന്തായാലും ഈ പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. രാംജിത്ത് ഇതേ നാട്ടുകാരൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണം അപഹരിക്കുക എന്നത് മാത്രമായിരുന്നു അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അനശ്വര. ശരി, രാഹുൽ KV ആണ് വിശദാംശങ്ങൾ നൽകിയത്.